the future energy of wheels. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിപ്രോണിക്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ആദ്യമേ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഇലക്ട്രിക് ഓട്ടോകളിൽ ഏറ്റവും ആദ്യം കൊല്ലത്ത് രജിസ്റ്റർ ചെയ്ത സഖാവ് എന്ന ഓട്ടോ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ലുക്കിൽ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക, ഈ ഗ്രീൻ നമ്പർ പ്ലേറ്റിംഗ് ആണ്. നമ്മുടെ ഇന്ത്യയിൽ ഇലക്ട്രിക് വെഹിക്കിൾ രജിസ്റ്റർ ചെയ്യുന്നത് ഗ്രീൻ നമ്പർ പ്ലേറ്റിലാണ്. അതിന് തൊട്ട് താഴെ മഹേന്ദ്ര അവരുടെ ലോഗോ ഒരു ഗ്രിഡ് ഡിസൈനിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആ ഗ്രിഡ് ഡിസൈൻ്റെ രണ്ട് എൻഡിലായിട്ടും ഹെഡ്ലൈറ്റ് ഒരു ബ്ലൂ ബോർഡർ ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള രണ്ട് ഹെഡ്ലൈറ്റാണ് മഹേന്ദ്ര ഈ വണ്ടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് തൊട്ട് മുകളിലായിട്ട് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതും സർക്കിൾ ഷേപ്പിലുള്ളതാണ്. രണ്ട് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. നിലവിലുള്ള ഓട്ടോകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് വലിയൊരു വിൻഷീൽഡാണ് മഹേന്ദ്ര ഇതിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ വിൻഷീൽഡിന് ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു വൈപ്പറും മഹേന്ദ്ര ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സൈഡിൽ നിന്നുള്ള ആദ്യത്തെ നോട്ടിൽ തന്നെ നമുക്ക് മനസ്സിലാവും, അത്യാവശ്യം നല്ല ലെഗ് റൂമോട് കൂടിയ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ലഗേജ് ഇച്ചിരി ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശാലമായി ഇരുന്ന് യാത്ര ചെയ്യാവുന്ന രീതിയിലാണ് മഹേന്ദ്ര ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സൈഡിലായിട്ട് ഗ്രീൻ നമ്പർ പ്ലേറ്റിംഗ് സാധാ ഓട്ടോയിൽ കാണുന്ന പോലെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൊട്ട് ബാക്കിലായിട്ട് പഴയ ഓട്ടോയിൽ കാണുന്ന പോലെ ഗ്രിൽ ഡിസൈനുകളും കാര്യങ്ങളൊന്നുമില്ല. ബ്രേക്ക് ലൈറ്റിന് തൊട്ട് മുകളിലായിട്ട് ഇലക്ട്രിക് എന്നുള്ള ബാഡ്ജിങ്ങും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ട്രിയോ എന്നുള്ള ഓട്ടോയുടെ പേര് നൽകിയിരിക്കുന്നു. സാധാരണ പഴയ ഓട്ടോകളിൽ വരുന്ന പോലെ തന്നെ എൻജിൻ കമ്പാർട്ട്മെൻറ്റ് ഏരിയ ഓപ്പണിംഗ് ചെയ്യുന്ന രീതിയിലുള്ള ഒന്നും ബാക്കിൽ നൽകിയിട്ടില്ല. ഇതിന് പകരമായി മഹേന്ദ്ര എന്നുള്ള ലോഗോ വലിയ രീതിയിൽ അവിടെ നൽകിയിരിക്കുന്നു. അതിന് തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഗ്രീൻ നമ്പർ പ്ലേറ്റും കാണാം. അതിനുള്ള ചെറിയ ലൈറ്റും അവിടെ കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ ഏറ്റവും താഴെയായി സാധാ ഓട്ടോകളിൽ വരുന്ന പോലെ തന്നെ ഒരു ബോർഡർ ബമ്പറും നൽകിയിട്ടുണ്ട്. അത് ബ്ലാക്ക് മാറ്റ് ഫിനിഷ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. ട്രിയോയ്ക്ക് രണ്ട് രീതിയിലുള്ള ടോപ്പ് ബോഡിയാണ് വരുന്നത്. ഒന്ന് ബ്ലൂ കളറിലുള്ള ഫൈബർ ബോഡിയും അതേപോലെ തന്നെ ബ്ലൂ നിറത്തിലുള്ള റെക്സിനുള്ള ബോഡിയുമാണ് നൽകിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്തിരിക്കുന്ന വണ്ടിക്ക് ബ്ലൂ റെക്സിനുള്ള ടോപ്പ് ബോഡിയാണുള്ളത്. ഇതാണ് ഇതിൻ്റെ നമ്മുടെ ഇനി എത്ര കിലോമീറ്റർ ഓടുമെന്ന് കാണിക്കുന്ന എത്ര കിലോമീറ്റർ ഓടുമെന്ന് കാണിക്കുന്നത്. ഇത് വണ്ടിയുടെ സ്പീഡ് കാണിക്കുന്നതാണ്. ഇത് പിന്നെ ആകെ ഓടിയ കിലോമീറ്റർ. പിന്നെ പവർ ഇതിന്റെ ബാറ്ററിയുടെ പവർ കാണിക്കുന്നത് 4 കട്ടയായിട്ടാണ് കാണിക്കുന്നത്. ഈ വാച്ചാണ് അഡീഷണൽ 5 കട്ടയായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, 5 കട്ടയായിട്ടാണ്. ഇത് നമ്മൾ എക്സ്ട്രാ ഫിറ്റിംഗ്സ് സമയം വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. ഈ മൊബൈൽ ചാർജ് ഒക്കെ ഇതിന്റെ അത് തന്നെ ഉള്ളതാണോ അതോ ചാർജ് മൊബൈൽ ചാർജ് തന്നെയാണ്. കമ്പനിയായിട്ട് ഉള്ള ഐറ്റമാണ്. സ്വിച്ചുകള് പിന്നെ ഇതില് 3 മോഡാണ് നമുക്ക്. നമ്മളിത് ഡ്രൈവ്, ഇത് റിവേഴ്സ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് 3 മോഡലാണ്. ലോ, മീഡിയം, ഹൈ എന്നീ 3 മോഡലാണ് ഉള്ളത്. ഇത് ലോയിലാണെങ്കിൽ നമുക്കൊരു 28 കിലോമീറ്റർ സ്പീഡ് വരെ മാക്സിമം പോകും. അത് മീഡിയം ആകുമ്പോൾ അതൊരു 38 സ്പീഡ് വരെ മാക്സിമം പോകും. ഹൈയിലാവുമ്പോൾ അതൊരു 50 കിലോമീറ്റർ സ്പീഡ് വരെ മാക്സിമം പോകും. ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 50 കിലോമീറ്റർ ആണ്. കയറ്റം കയറുന്നതിന് വേണ്ടിയിട്ട് കയറ്റം കയറുന്ന അങ്ങനെയൊന്നുമില്ല. ഇതിന് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. വണ്ടി നല്ല പുള്ളിങ്ങാണ്. ഏത് ലോയിലായാലും മീഡിയത്തിലായാലും ഏതിലാണെങ്കിലും നമുക്ക് കയറ്റം എല്ലാം കയറുന്നതിന് ഒരു തടസ്സവും ഇല്ല. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ലാത്തൊരു വണ്ടിയാണ്. കാരണം ഇലക്ട്രിക്കിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഇത് വരും, വണ്ടി കയറ്റം കയറത്തില്ല. അങ്ങനെ ഇത് അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ല. ഏത് കയറ്റവും ഇന്ന് വേറെ ഒരു കയറ്റവും കയറാം. അത് ആളെ വെച്ചായാലും എങ്ങനെ ആയാലും വണ്ടി നല്ല രീതിയിൽ മീഡിയമോ ലോയോ കൈവിട്ട് എങ്ങനെ ഇട്ടാണെങ്കിൽ കയറി പോവാം. ഇൻഡിക്കേറ്റർ, ഓൺ സ്വിച്ച്, സാധാ വരുന്ന ലൈറ്റും ബാക്കിയുള്ള എല്ലാം സാധാ ഇത് തന്നെ. ഓക്കെ. ഈ ബോട്ടിൽ ഹോൾഡർ ഒക്കെ അഡീഷണൽ വെച്ചാണ് കമ്പനി. ഇപ്പൊ ഞാൻ ഇതെല്ലാം അഡീഷണൽ ആയിട്ട് വെച്ചാണ്. പിന്നെ വണ്ടി ഇതിനൊക്കെല്ലാം പണിഞ്ഞ് മാറ്റ് ഇതെല്ലാം അഡീഷണൽ ആയിട്ട് മേടിച്ച്. ഹാൻഡ് ബ്രേക്ക് അല്ലേ വരുന്നത്? ഹാൻഡ് ബ്രേക്ക് എപ്പോൾ നിർത്തിയിട്ടാലും ഹാൻഡ് ബ്രേക്ക് ഇടണം. താക്കോൽ ഓൺ ആക്കുമ്പോൾ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് അറിയില്ലല്ലേ. അതുകൊണ്ട് നമ്മളെപ്പോഴും ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി ന്യൂട്രൽ മോഡിൽ ബ്രേക്കാവും. ഡ്രൈവർ സീറ്റിന് തൊട്ട് താഴെയായിട്ടാണ് 48 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററി കണക്ട് ചെയ്തിരിക്കുന്നത്. 7.37 കിലോ വാട്ടാണ് ഈ ബാറ്ററിയുടെ കപ്പാസിറ്റി. 3 മണിക്കൂർ 50 മിനിറ്റുമാണ് ഈ ബാറ്ററി ഫുൾ ചാർജ് ആകുന്നതിന് വേണ്ട സമയം. ഈ ബാറ്ററി ബോക്സിൻ്റെ ബാക്കിലായിട്ടാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് വീട്ടിൽ നിന്ന് പ്ലഗിൽ നിന്ന് നമുക്ക് ഈ ഓട്ടോ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കണക്റ്റീവ് പ്ലഗാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്ക് ബ്രേക്ക് ഹൈഡ്രോളിക് ബ്രേക്കാണ്. ഫ്രണ്ട് റീജനറേറ്റീവ് ബ്രേക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
ഈ കാണുന്നതാണ് ഇതിൻ്റെ ഡ്രൈവ് ഷാഫ്റ്റ് മോട്ടർ. അതിന് തൊട്ട് മുകളിൽ കാണുന്നത് കൺട്രോളറും ചാർജർ യൂണിറ്റുമാണ്. ബാക്കിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പ്ലേറ്റ് സസ്പെൻഷനാണ്. ഈ കാണുന്നതാണ് മോട്ടറും ഡ്രൈവ് ഷാഫ്റ്റും. 30 Nm ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന 4.5 kW ഇലക്ട്രിക് മോട്ടേഴ്സാണ് ഇതിന് കരുത്തേകുന്നത്. കൊല്ലത്ത് ആദ്യമായിട്ട് ഇലക്ട്രിക് ഓട്ടോ എടുത്ത് ചേട്ടനല്ലേ? രജിസ്റ്റർ ചെയ്ത് ചേട്ടനാണ്. ഇപ്പം വണ്ടി എടുത്തിട്ട് എങ്ങനെയുണ്ട് ചേട്ടൻ്റെ അഭിപ്രായം? വണ്ടി എടുത്തിട്ട് കൊള്ളാം, ഒരു വേറിട്ട അനുഭവമാണ്. നല്ല വണ്ടിയാണ്. ഒരു 18 വർഷമായിട്ട് ഓട്ടോ രംഗത്തിരിക്കുന്നതാണ്. ഇത്രയും കാലത്തിനിടയ്ക്ക് വെച്ച് ഒരു പുതിയൊരു അനുഭവമാണ് ഇലക്ട്രിക്. ഓടിച്ചിട്ട് അതിൻ്റെ അകത്ത് പിക്കപ്പും അങ്ങനെയുള്ള എന്തെങ്കിലും? പിക്കപ്പ് ഇലക്ട്രിക്കിനെ കുറിച്ച് ഞാൻ ഉൾപ്പെടെ ഉള്ളവർക്ക് വണ്ടി എടുക്കുന്നതിന് മുമ്പ് അഭിപ്രായ വ്യക്തതയില്ലായിരുന്നു. ഒരു ഇലക്ട്രിക് വണ്ടി വലിക്കത്തില്ല, ഒരു മുൻകാലങ്ങളിൽ ഇറങ്ങിയ വണ്ടി 25 km സ്പീഡ് ഫുള്ള് പോകത്തില്ല, വണ്ടിക്ക് അങ്ങനെ വലിയില്ല, അങ്ങനെ കുറേ ആശങ്കകളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഒരു ടെസ്റ്റ് ഡ്രൈവ് നടത്തിയതിന് ശേഷമാണ് ഞാൻ ഈ വണ്ടി എടുക്കണമെന്ന് ഉറച്ചൊരു തീരുമാനത്തിൽ. അത് വണ്ടിക്ക് വലിവിന് ഒരു വ്യത്യാസമില്ലാതെ അതുപോലെ സഡൻ പിക്കപ്പാണ് വണ്ടി. നമ്മൾ നമ്മുടെ ആക്റ്റീവൊക്കെ കൈ കൊടുക്കുന്നതാണെങ്കിൽ നമ്മൾ സഡൻ, മറ്റേ ഗിയർ ഇടുന്നതിനുള്ള സാവകാശമൊന്നും ഇല്ലാതെ നമ്മൾ കൈ കൊടുക്കുന്നതനുസരിച്ച് തന്നെ വണ്ടി സഡനായിട്ട് പിക്കപ്പ് ചെയ്ത് വരുന്നവരാണ്. അതുകൊണ്ട് നല്ലൊരു ഡ്രൈവിംഗ് സുഖമാണ് വണ്ടി. ചാർജിങ് ഒക്കെ എങ്ങനെയാണ്? വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്? ചാർജിങ് നമുക്ക് ഇതിന് വീട്ടിൽ നിന്ന് ഇറക്കാൻ ചാർജ് ചെയ്യാവുന്ന ഓപ്ഷനിലാണ് അവർ വണ്ടി നമുക്ക് തന്നെ. ചാർജർ അതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ പവർ പ്ലഗിൽ 15 ആമ്പിയറിൻ്റെ പവർ പ്ലഗിൽ കുത്തി വണ്ടി ചാർജ് ചെയ്യും. പ്രത്യേകം പവർ പ്ലഗ് നമ്മൾ കണക്ട് ചെയ്യേണ്ടി വരും? പവർ പ്ലഗ് പ്രത്യേകം നമ്മുടെ വീട്ടിൽ നമ്മൾ മിക്സി, TV, ഫ്രിഡ്ജൊക്കെ വർക്ക് ചെയ്യുന്ന പ്ലഗ് തന്നെ മതി. അതില്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു പവർ പ്ലഗ് കണക്ഷൻ കൊടുക്കണം. പറയാം. ഒരു സിംഗിൾ ചാർജിൽ എത്ര കിലോമീറ്റർ ചേട്ടനിപ്പോൾ കിട്ടുന്നുണ്ടോ? ഇത് നമ്മൾ ഒരു വട്ടം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 130 കിലോമീറ്ററാണ് കമ്പനി പറയുന്നത്. അത് നമുക്കൊരു 120-115 വരെയൊക്കെ കിട്ടുന്നു. 3 സ്പീഡ് വേരിയൻ്റ് വരുന്നത് പറഞ്ഞത്. ഇതിൽ ലോ, ഹൈ, മീഡിയം, ഹൈ എന്ന് പറയുന്ന ഓപ്ഷനാണ് വരുന്നത്. ലോ ഗിയറിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി 28 വരെ മാക്സിമം സ്പീഡ് പോകും. അത് മീഡിയം കിട്ടുകയാണെങ്കിൽ അതൊരു 38 കിലോമീറ്റർ വരെ മാക്സിമം പോകും. അത് ഹൈയിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ 50 കിലോമീറ്റർ വരെ സ്പീഡ് പോകാം. അങ്ങനെ 3 ഓപ്ഷനാണ് വരുന്നത്. നമുക്ക് ഏത് മോഡ് ഉപയോഗിക്കുകയാണെങ്കിലും വണ്ടി കിട്ടും. ചേട്ടാ ഇപ്പോൾ ഈ ഇലക്ട്രിക് ഓട്ടോയിലോട്ട് മാറിയിട്ട് ഇപ്പോൾ എത്ര മാസമായി? ഞാനിപ്പോൾ 8 മാസം കഴിഞ്ഞ് 9 മാസം കഴിഞ്ഞു. 9 മാസമായി. ഇപ്പം ചേട്ടൻ്റെ സ്റ്റാൻഡിൽ ഇപ്പം വേറെ ആൾക്കാർ ഇത് എടുത്തു? എൻ്റെ സ്റ്റാൻഡിൽ ഞാൻ എടുത്തതിന് ശേഷം ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ കൂട്ടി 4 വണ്ടി എൻ്റെ സ്റ്റാൻഡിൽ വന്നു. അപ്പം ചേട്ടൻ ഈ വണ്ടി ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ട്? ചേട്ടൻ്റെ വണ്ടി ഉപയോഗിച്ചിട്ട് എന്നെ പേഴ്സണലായിട്ട് എനിക്ക് നല്ല ഇതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓടുന്ന പൈസ നമ്മൾ പമ്പിൽ കൊടുക്കേണ്ടി വരുന്നില്ല, നമ്മുടെ കയ്യിൽ തന്നെ അത് കാണും. പിന്നെ നമ്മളൊരു ദിവസം 50 രൂപ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കറണ്ട് ചാർജ് അടയ്ക്കാൻ പറ്റും. പിന്നെ മെയിൻ്റനൻസ് ഇതുവരെ ഇല്ല. എനിക്കൊരു 10,000 കിലോമീറ്ററിൽ 1 ലിറ്റർ ഓയിൽ മാറി, ഹൗസിങ്ങിൽ 1 ലിറ്റർ ഓയിൽ മാറി. അത് ഒഴിച്ചാൽ ബാക്കി ഇതുവരെ മെയിൻ്റനൻസ് ചെയ്യാനൊന്നുമില്ല. എൻ്റെ വണ്ടിക്ക് 15,000 കിലോമീറ്ററിനടുത്ത് അവറായി. കമ്പനി ചെയ്തത് അല്ലാതെ ഗവൺമെൻറ് ഏതെങ്കിലും ഓൾട്രേഷൻ ഏതെങ്കിലും രീതിയിൽ വെച്ചിട്ടുണ്ട്? അത് കമ്പനിയിൽ അവർ വേറൊരു രീതിയിലാണ്, അതിന് ഇച്ചിരി തുറന്ന ടൈപ്പിലാണ് വണ്ടി ആദ്യം ഇറക്കിയത്. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ വണ്ടിയുടെ മെത്തേഡൊന്ന് പഠിക്കാൻ വേണ്ടി ആദ്യം കമ്പനി തന്ന അതേ കണക്ക് തന്നെയാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. ഒരു 3-4 മാസം ഓടി വണ്ടിയെക്കുറിച്ച് അടുത്ത് പരിചയം ആയതിനു ശേഷമാണ് ഞാൻ നമ്മുടെ ബജാജ് വണ്ടി, മറ്റേ മുൻകാലങ്ങൾ പഴയ വണ്ടികൾ ചെയ്യുന്നത് കണക്ക് തകിടൊക്കെ വെച്ച് ഈ ഇപ്പോൾ കാണുന്ന പരുവത്തിലാക്കി എടുത്തത് അതിന് ശേഷമാണ്. അല്ലാതെ മോട്ടോർ സൈഡിൽ അങ്ങനെ കൺട്രോൾ അല്ലല്ല, അതൊന്നും ചെയ്യില്ല. നമ്മൾ ബോഡിക്കകത്ത് മാത്രം വണ്ടിയിൽ അങ്ങനെ മാറ്റം ചെയ്ത്. ഇതിൻ്റെ പെർമിറ്റിൽ കോഴിക്കോട് കണക്കൊരു വിഷയമുണ്ട്. അതാണ് കൊല്ലത്ത് എന്തെങ്കിലും പ്രശ്നം? കൊല്ലത്ത് ഒരു വിഷയമില്ല. പിന്നെ ഇതിൽ നിലവിൽ പെർമിറ്റ് വേണ്ട. നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഓടാവുന്ന പെർമിറ്റാണ്. ഇതിന് ഓൾ കേരള ഇതിലാണ്. പെർമിറ്റിന് ഏത് സ്റ്റാൻഡിലും കിടന്നോടാം. നമുക്ക് കേരള സർക്കാർ ഇലക്ട്രിക് വണ്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരിത് വന്നെന്നാണ് അത് പറയുന്നത്. ഇതിൻ്റെ ടാക്സ്, ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? ടാക്സ് വണ്ടി ഞാൻ എടുക്കുന്ന സമയത്ത് 5 വർഷത്തേക്ക് പകുതി ടാക്സ് അടച്ചാൽ മതിയായിരുന്നു. ഇപ്പം ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ അത് 5 വർഷത്തേക്ക് ടാക്സിൽ നിന്ന് ഇലക്ട്രിക് വാഹനങ്ങൾ ഒഴിവാക്കുകയാണ്. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ? ഇൻഷുറൻസ് നമ്മുടെ മറ്റേ വണ്ടിയുടെ കണക്ക് തന്നെ. ഇതിന് 7,300 രൂപയാണ് ഇതിൻ്റെ ഫുൾ ഇൻഷുറൻസ്. ഇപ്പം കൂടുതൽ ഫൈബർ ബോഡിയാണ്, അപ്പോൾ അതിൻ്റെ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ഇതുമില്ല. ഫൈബർ ബോഡി നമുക്ക് ഇപ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് ഒരു വണ്ടിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ ഇൻഷുർ ചെയ്ത് അവർക്ക് ഫുൾ സാധനം അതിനൊക്കെ കിട്ടും. 2 മോഡലല്ലേ ഇതിൻ്റെ ഉള്ളത്? ഇതിനിപ്പം ഇത് റെക്സിൻ മോഡലുണ്ട്, പിന്നെ ഇതിൻ്റെ ഹാർഡ് ഫൈബർ ബോഡി വരുന്ന ഒരു മോഡലുണ്ട്, പിന്നെ ഇതിൻ്റെ സ്പീഡ് കുറഞ്ഞൊരു ഐറ്റം
ഒരു 4 സീറ്റുള്ള ഒരു മോഡലും ഉണ്ട്. അതിപ്പം നമുക്ക് ടാക്സിയായിട്ട് ഉപയോഗിക്കുമ്പോൾ അത്ര ഇതായിട്ടില്ല. നമുക്ക് ഈ 2 മോഡലാണ്, ഒരു ഫൈബർ മോഡലും ഈ റെക്സിൻ മോഡലും. ഈ ഇലക്ട്രിക് ഓട്ടോൻ്റെ ഇതിൽ എടുക്കാനുള്ള പ്രചോദനം എന്തായിരുന്നു? ഇലക്ട്രിക് ഓട്ടോ എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മളെ ഈ വർദ്ധിച്ചു വരുന്ന ഇന്ധനച്ചെലവും നമ്മുടെ മെയിൻ്റനൻസ് അതൊക്കെ ആയിട്ട് അതിനൊക്കെ തന്നെ ശബ്ദരഹിതമായ ഒരിതും, പിന്നെ നമ്മൾ പൊതുവെ പരിസ്ഥിതി സൗഹൃദത്തിനോട് യോജിച്ച് നിൽക്കുന്നൊരു വണ്ടി ഇറങ്ങാൻ നേരത്തെ അത് നമുക്ക് കൂടെ വേണ്ടിയിട്ടാണെന്നുള്ളൊരു തോന്നലുണ്ടായത് കൊണ്ട് നമുക്കൂടെ ഉപയോഗപ്രദമാകുന്നൊരു വണ്ടിയാണെന്നുള്ള രീതിയിൽ ആദ്യം തന്നെ എടുക്കണമെന്നൊരാഗ്രഹം കൊണ്ടാണ് ഇലക്ട്രിക് എടുക്കുന്നത്. ഇതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? വണ്ടി എൻ്റെ വണ്ടി ആയിരുന്നു കൊല്ലത്ത് ആദ്യത്തെ ഇലക്ട്രിക് വണ്ടി. അപ്പോൾ അന്ന് വണ്ടി രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് RTO കുറേ പേപ്പർ ഭാഗങ്ങളൊക്കെ ശരിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാലതാമസം കൊടുത്തു. ഇപ്പം അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല. വണ്ടി നമ്മൾ എടുത്ത ആഴ്ച തന്നെ അതിൽ തന്നെ രജിസ്ട്രേഷൻ ചെയ്യാം. വേറെ ഒരു തടസ്സങ്ങളും ഇല്ല, പെട്ടെന്ന് തന്നെ ചെയ്യാം. ഇല്ല അങ്ങനെയൊന്നുമില്ല. നോർമൽ നമ്മൾ സാധാ വണ്ടി എടുക്കുന്നതിനൊക്കെ തന്നെ നമുക്കിപ്പോൾ ടാക്സും ഇല്ല. മറ്റേ മുമ്പ് പകുതിയായി ഇപ്പോൾ ടാക്സിന് ഒഴിവായിട്ടുണ്ട്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇപ്പം ചേട്ടാ ഇപ്പോൾ ഇത് എടുത്തതിൻ്റെ പുറകിൽ ഒരുപാട് പേര് ഇതിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ കൊല്ലത്ത് 10-20 പേര് ഇപ്പം നമ്മുടെ ടൗണിൽ തന്നെ ഓൾറെഡി ആയിട്ടുണ്ട്. 20 അല്ല, 10-30-38 പേരെന്നാണ് കമ്പനി പറയുന്നത്. അത് ടൗണിൽ ഒരു 10-25 വന്നിട്ടുണ്ട്. ചേട്ടൻ ഈ ഓട്ടോ എടുത്തത് എവിടെ നിന്നാണ്? ഇത് ഞാൻ നമ്മുടെ പള്ളിമുക്കിലെ ഏഷ്യൻ മോട്ടോഴ്സ് അവരെ നിന്നാണ്. അവരാണ് കൊല്ലത്ത് ഏഷ്യൻ മോട്ടോഴ്സിൻ്റെ തന്നെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്താണ് ഞാൻ വണ്ടി ആദ്യമായിട്ട് ബുക്ക് ചെയ്തത്. ഏഷ്യൻ മോട്ടോഴ്സിൽ നിന്ന് തന്നെയാണ് എടുത്തത്. നമ്മുടെ കൊല്ലത്തെ മെയിൻ ഡീലറാണ് ഏഷ്യൻ മോട്ടോഴ്സ്. ചേട്ടാ ഈ ഓട്ടോ എടുത്തത് ലോൺസാണോ അതോ? ഞാൻ നമ്മുടെ യൂണിയൻ ബാങ്കിൽ, നാഷണൽ ബാങ്കിൽ യൂണിയൻ ബാങ്കിൽ അവിടെ ബാങ്കിൽ സമീപിച്ച് ഇലക്ട്രിക് വണ്ടിക്കാരെന്ന് പറഞ്ഞപ്പോൾ അവർ നല്ല രീതിയിൽ നല്ല സഹകരണമായിരുന്നു. കാരണം നമ്മൾ മുൻകാലങ്ങളിൽ ബാങ്കിൽ ലോണിന് വേണ്ടി ചെല്ലുമ്പോൾ അവർ കഴിവതും നമ്മളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഇത് ഇലക്ട്രിക് ആണെന്ന് പറഞ്ഞാൽ അവിടുത്തെ മാനേജറുമായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളിക്ക് ഇലക്ട്രിക്കാണെന്ന് കേട്ടപ്പോൾ തന്നെ ഒരു നല്ലൊരു രീതിയിലാണ് നമ്മൾ ലോണിൻ്റെ ഭാഗത്ത് പെട്ടെന്ന് ലോൺ ശരിയാകും. നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മറ്റൊരു മോഡൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് ചേട്ടൻ ഇപ്പോൾ പറഞ്ഞായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ ഇപ്പോൾ 2020 ഡിജിറ്റൽ എക്സ്പോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇതിൽ ഇപ്പോൾ അത് കമ്പനിയിൽ നമുക്ക് സ്വീകരണം കിട്ടിയില്ല. നമ്മൾ യൂട്യൂബിൽ അതിൻ്റെ വീഡിയോ എല്ലാം കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്തണമെന്ന് നമ്മൾ കമ്പനിയുടെ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ചുകൂടെ നമ്മൾ ഈ വണ്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം അതിന് 130 മൈലേജാണ്. അപ്പം നമുക്ക് ആ ഫീഡ്ബാക്ക് തിരക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കമ്പനി എല്ലാ ആഴ്ചയിലും വിളിച്ച് ഇതിന് എന്താണ് നമ്മുടെ സജഷൻ എന്നെല്ലാം ഇറങ്ങുമ്പോൾ നമ്മൾ കമ്പനിയോട് പറഞ്ഞാൽ നമുക്കൊരു 200 കിലോമീറ്റർ ഓടുന്ന ഒരു പരിസ്ഥിതിക്ക് നമുക്ക് കിട്ടിയാലേ നമുക്കത് ഇതാവും. കാര്യം നമുക്ക് നമ്മുടെ ജോലിയെ സംബന്ധിച്ച് എപ്പോഴാണ് ഒരു ഓട്ടം വരുന്നത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് പോയി ചാർജ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഒരു 200 കിലോമീറ്റർ കിട്ടണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തടസ്സങ്ങളില്ല. ഒരുപാട് പേര് ഇലക്ട്രിക് ഓട്ടോ വന്നത് പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാനത്ത് തന്നെ 10-70 വണ്ടിയുണ്ട്. ഇതിൽ ഒരുപാട് പേര് ഇലക്ട്രിക്കിലോട്ട് വരാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും മെയിനായിട്ട് അവർ ഇന്ന് ബാക്ക് അടിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ മൈലേജ് 130 അതൊരു 200 കിലോമീറ്റർ ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പേര് പെട്ടെന്ന് തന്നെ ഇതിനകത്ത് കാരണം പെട്രോളിന് ഡീസൽ വണ്ടി ആയപ്പോൾ ഒരു 3 വർഷ ഗ്യാപ്പിലാണ് കേരളം ഒന്നാകെ വണ്ടികൾ പെട്രോളിന് ഡീസലിലേക്ക് മാറിയത്. അപ്പോൾ അതേ കണക്ക് അതിനേക്കായി ഒരുപാട് ലാഭവും യാത്രാസുഖവും ഡ്രൈവിംഗ് സുഖവും എല്ലാം തരുന്ന വണ്ടി എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഈ കുറവുകളും കൂടി പരിഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ 3 വർഷം വേണ്ട, അതിനേക്കാൾ ചുരുങ്ങിയ സമയം കൊണ്ട് ആളുകൾ ഇലക്ട്രിക്കിലോട്ട് ഓട്ടോട്ടൈപ്പ് ആളുകൾ മാറുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ആ കമ്പനിയായിട്ട് നമ്മൾ ഫീഡ്ബാക്ക് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അവരിപ്പോൾ ഒരു സെപ്പറേറ്റ് ഒരു ബാറ്ററി ഫ്രണ്ട് സൈഡിൽ വെച്ചിട്ട് അതൊരു 70 കിലോമീറ്റർ അത് പോകുന്ന അത് നമ്മൾ ഇളക്കി മാറ്റാവുന്ന ഒരു ബാറ്ററി അതിൻ്റെ സൈഡിൽ വെച്ചിട്ട് പിന്നെ മുകളിൽ സോളാർ പാനലും ഘടിപ്പിച്ച് സോളാർ വഴി ചാർജ് ചെയ്യുമ്പോൾ ഒരു 30 കിലോമീറ്റർ അധികം കിട്ടുന്ന രീതിയിൽ ഒരു ഓപ്ഷൻ ഇങ്ങനെ അവർ എക്സ്പോയിൽ അവതരിപ്പിച്ചു. വണ്ടി അതിന് നമ്മളപ്പോൾ കമ്പനിയിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അത് ഏപ്രിൽ മാസത്തോടു കൂടി അതിൻ്റെ ലോഞ്ചിങ് ഉണ്ടാകത്തോളെന്നാണ്. പക്ഷേ അത് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സന്തോഷപ്രദമായൊരു വാർത്തയാണത്. അതിന് വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും. ഇതിൻ്റെ ചാർജിങ് സ്റ്റേഷനായിട്ട് എന്തെങ്കിലും കമ്പനി ചാർജിങ് സ്റ്റേഷനിൽ നമ്മൾ ഇവിടുത്തെ KCBയുടെ ഒരു ഉദ്യോഗസ്ഥനെ യാത്ര ചെയ്തായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞത് ഞങ്ങൾക്ക് നമ്മൾ ഹൈസ്കൂൾ ജംഗ്ഷനിൽ ഒരു ചാർജിങ് സ്റ്റേഷൻ വരുന്നുണ്ട്. പിന്നെ കോർപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫ്ലാറ്റ് ഔട്ട് ഒരു ചാർജിങ് സ്റ്റേഷൻ വരുന്നുണ്ട്. ഇനി ഇത് പ്രൈവറ്റായിട്ട് ഒരു കടയിൽ ഒരു കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന
ഒരിതാണ്. ഇത് നമുക്ക് അങ്ങനെ വേണ്ട, ഒരു പ്ലഗിനകത്ത് ഇട്ട് ചാർജ് ചെയ്യുന്നതാണ്. അവർക്ക് ഒരു വരുമാന മാർഗവും നമുക്കൊരു ഇതാണ്. ഇതുവരെ ഈ ഫെബ്രുവരി കഴിയുമ്പോൾ അതിനുള്ള പ്രവർത്തനം തുടങ്ങുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ചാർജിങ് സ്റ്റേഷൻ്റെ പലത്തെ എവിടെ കണ്ട് തുടങ്ങിയില്ല, അവിടെ ഉണ്ടെന്ന്. പക്ഷേ നമുക്കിതിൻ്റെ ആവശ്യം വരുന്നില്ല. കാര്യം എൻ്റെ വീട് ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ അടുത്താണ്. അപ്പം ഞാൻ രാവിലെ ഫുൾ ചാർജ് ആയിട്ട് വരുമ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും കൂടെ ഒന്ന് കുത്തിയിടുമ്പോൾ എനിക്കൊരു ദിവസം ഓടാനുള്ള ചാർജ് കിട്ടുന്നുണ്ട്. എന്നാലും ഈ 200 കിലോമീറ്റർ മാറ്റം വരുമ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കും. പിന്നെ പമ്പ് ചാർജിങ് സ്റ്റേഷനുകൾ എല്ലായിടവും വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം, വിശ്വസിച്ച് പോകാമെന്നുള്ളൊരു ഉറപ്പ് കൂടെ കിട്ടും. അപ്പോൾ ചാർജിങ് സ്റ്റേഷൻ വരണം, എത്രയും പെട്ടെന്ന് തന്നെ വരണമെന്നാണ് പിള്ളേരുടെ ആഗ്രഹം. ഇതിപ്പം ഒരു ഫുൾ ചാർജ് ചെയ്യുന്നതിന് ഏകദേശം എത്ര രൂപ ആവുന്നുണ്ട് ചേട്ടന്? ഇതിപ്പോൾ നമുക്കൊരു ദിവസം നമുക്കൊരു 50 രൂപ കറണ്ട് ചാർജ് ഇനത്തിൽ നമുക്കാവുന്നുണ്ട്. 50 രൂപയ്ക്ക് ചാർജ് ചെയ്താൽ 230 കിലോമീറ്റർ നമുക്ക് ഓടാൻ പറ്റും. 50 രൂപയ്ക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 130 കിലോമീറ്റർ ഓടാം. 50 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ചാർജ് ചെയ്യുന്നതിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഫുൾ ചാർജ് ചെയ്യേണ്ടി വരത്തില്ല, നമ്മൾ ഓടുന്ന കുറവനുസരിച്ച് നമുക്ക് ചാർജ് ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഒരു 50 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 70 കിലോമീറ്റർ ഓടിയാണ് ഇട്ടേക്കണമെങ്കിൽ അതിന് കുറവുള്ളത് ബാക്കി ഒരു 2 മണിക്കൂർ കൊണ്ടാകുമ്പോൾ വീണ്ടും ഫുള്ളാവും. അപ്പോൾ നമുക്ക് കുറവുള്ളത് ചെയ്യേണ്ടി വരുന്നുള്ളൂ. അല്ലാതെ നമ്മൾ 0 നിന്ന് 130 എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 50 രൂപയുടെ കറണ്ട് ആവുന്നത്. 7 യൂണിറ്റ് വരെ ആവും. അപ്പോൾ 5 രൂപയാണ് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതാക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഗാർഹിക ഇത് തന്നെ ഉപയോഗിച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് ആവശ്യമാകുമ്പോൾ ഒരു 50 രൂപ നമുക്ക് ഡെയിലി എത്ര കൂടി അരിച്ചാലും നമുക്ക് അത്രയാകത്തുള്ളൂ. വളരെ ഇനി നമുക്ക് ഈ ഇലക്ട്രിക് ഓട്ടോയുടെ ടെസ്റ്റ് ഡ്രൈവ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള പവറാണ് ഈ വണ്ടിക്കുള്ളത്. വണ്ടിയുടെ ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 50ആണ്. അത് നമ്മൾ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നമ്മൾ 50 കിലോമീറ്റർ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാക്കിലെ സീറ്റിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലെഗ് റൂമോട് കൂടിയുള്ള സീറ്റിംഗ് പൊസിഷനാണ്. അത്യാവശ്യം നമുക്ക് ഫ്രണ്ടിൽ ലഗേജ് വെച്ച് കഴിഞ്ഞാലും വിശാലമായി ഇരുന്ന് പോകാവുന്ന രീതിയിലുള്ള സ്പേസും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ബാലു റൈഡിങ് എക്സ്പീരിയൻസ്? സൂപ്പർ അല്ലേ?